നവംബർ മാസത്തെ എക്സാം കലണ്ടർ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്കെ നമുക്ക് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള 3 എക്സാംസ് ആണ് ഉള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ്, നമുക്ക് കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ് തുടങ്ങിയ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ ഈ ഒരു കൺഫർമേഷൻ വരുന്നത് ഒരു ഇൻഡിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്, അത് ബേസ് ചെയ്തൊരു സ്റ്റഡി പ്ലാൻ വേണമെന്നുള്ള കാര്യം. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, എത്ര ദിവസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് പഠിക്കുക തന്നെ വേണം. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ സെക്കൻഡ് ഗ്രേഡ് എക്സാം എടുത്താലും തേർഡ് ഗ്രേഡ് എക്സാം എടുത്താലും ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര സിമ്പിളാണ്. വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കാരണം കട്ട് ഓഫ് ഉയരാൻ സാധ്യതയുണ്ട്. സോ 80 അല്ലെങ്കിൽ 90 മേലെ റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ജോലി ഉറപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഓബിയസ്ലി ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസിനെ സംബന്ധിച്ച്. സോ ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ആ ഒരു ചേഞ്ച് ഓഫ് പാറ്റേൺ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബിക്കോസ് ക്വസ്റ്റ്യൻസ് ഭയങ്കര സിമ്പിൾ ആകുമ്പോൾ നമുക്ക് എഴുതാനുള്ള ടെൻഡൻസി കൂടും. അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചാൻസസ് ഓഫ് നെഗറ്റീവ് മാർക്സ് ഭയങ്കര കൂടുതലാണ്. സോ അതെല്ലാം പ്ലാൻ ചെയ്ത് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നിമി ബേസ്ഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസിൽ നമുക്ക് ഉയർന്ന മാർക്ക് നേടാനായിട്ട് പറ്റുള്ളൂ. സോ നമുക്ക് ഏതൊക്കെയാണ് എക്സാംസ് എന്ന് നോക്കാം. 3 എക്സാംസ് ആണ് ഉള്ളത്. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ആണ്. അതൊഴിച്ചാൽ ബാക്കി രണ്ടും എന്ത് തന്നെയാണ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്ത പരീക്ഷയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എഴുതാൻ പറ്റിയ പരീക്ഷയാണ്. സോ ഫസ്റ്റ് വൺ 292/2024 ആണ്. ഓബിയസ്ലി ഗ്രേഡ് 3 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3 LSGD ആണ്. ഇതാണ് നമുക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. ഇത് ആ ഒരു കാറ്റഗറിയിലുള്ളവർ മാത്രം എന്ത് ചെയ്താൽ മതി, കൺഫർമേഷൻ കൊടുത്താൽ മതി. ദെൻ ഇനി ബാക്കി രണ്ടെണ്ണം വരുന്നത് വെച്ചാൽ ഇതെല്ലാം ഒരു ദിവസം കോമൺ എക്സാം ആണ്. അപ്പം ഒരൊറ്റ എക്സാം ആയിട്ടാണ് ഈ 3 പോസ്റ്റിലേക്കും PSC പരീക്ഷ നടത്തുന്നതെന്ന് മനസ്സിലാക്കാം. 381/2024 ആണ്. ഓബിയസ്ലി ഗ്രേഡ് 3 അല്ലെങ്കിൽ വർക്ക് സൂപ്രണ്ട് ഗ്രേഡ് 2 KLDC കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലുള്ള ഓബിയസ്ലി ഗ്രേഡ് 3 അല്ലെങ്കിൽ വർക്ക് സൂപ്രണ്ട് ഗ്രേഡ് 2 പോസ്റ്റിലേക്കുള്ള പരീക്ഷയാണ് നടക്കുന്നത്. ദെൻ 734/2024 ഓബിയസ്ലി ഗ്രേഡ് 2 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 LSTD ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. സോ ഗ്രേഡ് 2 LSTD ഡിപ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം വേക്കൻസീസ് കാണും. KLDCയിൽ LSTDനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വേക്കൻസി കുറവായിരിക്കും. ബട്ട് ദീസ് 3 എക്സാംസ് ആർ കണ്ടക്റ്റഡ് ആസ് എ സിംഗിൾ എക്സാം. ഒരു സിംഗിൾ എക്സാം ആയിട്ടാണ് നമ്മളിതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഇന്ന് തുടങ്ങി നമുക്ക് എക്സാം ഡേറ്റ് വരെ എത്ര ദിവസമുണ്ട് എന്നുള്ളതിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ഫോമുലേറ്റ് ചെയ്ത് പഠിക്കുക. സ്റ്റഡി പ്ലാനിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് നിമി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. മാത്രമല്ല നമുക്ക് ഗ്രേഡ് 2 ഗ്രേഡ് 3 എക്സാംസ് ഭയങ്കര എളുപ്പമായിട്ട് PSC ക്വസ്റ്റ്യൻസ് ഇടുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉയർന്ന കട്ട് ഓഫിനൊരു സാധ്യതയും കൂടിയുണ്ട്. സോ ഇതിൻ്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ എക്സാം ആണ്. നമുക്ക് നവംബർ മാസത്തിൽ 22-ാം തീയതിയാണ്. 22/11/2025 ആണ് നമ്മുടെ എക്സാം ഡേറ്റ് വരുന്നത്. സോ നിങ്ങളുടെ പ്രൊഫൈലിൽ കൺഫർമേഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ September 11 ആണ്. അപ്പം ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ആയിട്ട് കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ബിക്കോസ് ലാസ്റ്റ് ടൈം റഷ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സോ September 11 ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ September 11 മുന്നേ കൺഫർമേഷൻ കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് 22-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ വരിക. അപ്പം നമുക്കിപ്പം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3 മാസമുണ്ട്. കറക്റ്റ് 3 മാസം കിട്ടും. കാര്യം 22nd നമ്മൾ ടുവേർഡ്സ് മന്ത് എൻഡാണ് നമുക്ക് പരീക്ഷ നടക്കുന്നത്. സോ ഒരു 65-70 ഡേയ്സിൻ്റെ പ്ലാൻ എടുത്ത് അല്ലെങ്കിൽ 75 ഡേയ്സിൻ്റെ പ്ലാൻ ഉണ്ടാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഇനി 75 ഡേയ്സിൻ്റെ ഓൾസോ ഗ്രേഡ് 2 ഗ്രേഡ് 3 അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കൺഫർമേഷൻ കൊടുക്കുന്ന എക്സാംസിൻ്റെ 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വേണമെങ്കിൽ തീർച്ചയായും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്താണ് നമ്മുടെ എക്സാംസിൻ്റെ കൺഫർമേഷൻ വരുന്നത്, ഇറ്റ് ഇസ് ആക്ച്വലി ആൻ ഇൻഡിക്കേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. സോ നമ്മുടെ കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക.